സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ എക്സൽ ഇൻ്റർഫേസ് നാം പരിചയപ്പെട്ടു. അതേപോലെ എക്സൽ വർക്ക് ബുക്ക്, എക്സൽ വർക്ക്ഷീറ്റ് ഇവ എന്താണെന്ന് നാം മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ ഡാറ്റ എൻട്രി എങ്ങനെ എളുപ്പത്തിലും നല്ല രീതിയിലും നടത്താം, സെൽ ഫോർമാറ്റിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് സെല്ല് ഫോർമാറ്റ് ചെയ്യാം, അതേപോലെ സെല്ലിൻ്റെ ഹൈറ്റും വിഡ്ത്തും എങ്ങനെ ക്രമീകരിക്കാം, അഥവാ കോളം വിഡ്ത്തും റോ ഹൈറ്റും ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാം, എന്താണ് എക്സൽ ഫോർമുല, എന്താണ് എക്സൽ ഫങ്ഷൻ, അതേപോലെ ഓട്ടോ സം, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ റിബണുകളെ കുറിച്ചൊക്കെ പരിചയപ്പെട്ടിരുന്നു. പ്രധാനമായിട്ടും ഈ കമാൻഡ്സുകൾക്ക് ഇവിടെയാണുള്ളത്. ചിലപ്പോൾ ചിലരുടെ കമ്പ്യൂട്ടറിൽ ഈ ഭാഗങ്ങൾ കാണാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അത് റിബണിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ്. നമുക്ക് ഇവിടെ ഏതെങ്കിലും ടാബിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതിനെ നമുക്ക് അൺഹൈഡ് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം, അത് ഹൈഡും അൺഹൈഡും ആക്കി മാറ്റാം. ഡാറ്റ എൻട്രിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് എക്സലിലെ നാവിഗേഷൻ കീകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ടും എൻ്റർ കീ തന്നെയാണുള്ളത്. അതേപോലെ ഷിഫ്റ്റ് കീ ഉണ്ട്. എൻ്റർ കീയുടെയും ഷിഫ്റ്റ് കീയുടെയും കോമ്പിനേഷൻ എന്ത് റിസൾട്ട് ആണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് പരിശോധിക്കാം. പിന്നീട് ആരോ കീകളാണ്. അതിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ അടയാളം സൂചിപ്പിക്കുന്നത് പോലെ റൈറ്റ്, ലെഫ്റ്റ്, മുകളിലേക്കും താഴോട്ടും സെല്ലിന്റെ സെലക്ഷൻ മാറ്റാൻ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ഹോം, എൻഡ്, പേജ് അപ്പ്, പേജ് ഡൗൺ. അത് പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ അതിന്റെ അതാത് സന്ദർഭത്തിൽ ഈ കീകളെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഒരു കീ ആണ് ടാബ് കീ. ടാബ് കീയുടെ റിസൾട്ട് ഏരോ കീ പോലെ ആണെങ്കിലും അതിൽ അല്പം വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും ഈ വീഡിയോയിൽ. നമുക്കൊന്ന് അത് ഓരോന്നിന്റെയും മൂവ്മെന്റ് ഒന്ന് പരിശോധിക്കാം. എൻ്റർ കീ അമർത്തുമ്പോൾ നമുക്കറിയാം ഇത് താഴേക്ക് പോകും. ഷിഫ്റ്റ് എൻ്റർ കീ കോമ്പിനേഷൻ ഉണ്ടാകുന്ന റിസൾട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ മുകളിലോട്ടാണ് പോവുക. ഏരോ കീ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യാൻ ഉപയോഗിക്കാം, താഴേക്കും മുകളിലേക്കും. അതേ റിസൾട്ട് തന്നെയാണ് ടാബ് കീ ഉണ്ടാക്കുന്നതെങ്കിലും റൈറ്റിലേക്ക്, അതേപോലെ ഷിഫ്റ്റ് അമർത്തിയാൽ ലെഫ്റ്റിലേക്കും പോകും. പക്ഷെ ടാബും ആരോവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. ടാബ് കീ നമ്മൾ എവിടെ വെച്ചാണോ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ A1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ടാബ് അമർത്തി നമ്മൾ F എത്തിക്കഴിഞ്ഞ് ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നേരെ താഴേക്ക്, ഏരോ കീ ആണെങ്കിൽ നേരെ താഴേക്കാണ് പോവുക. പക്ഷെ ടാബ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് ഡാറ്റ എൻട്രി സൗകര്യപ്രദമായി O2ലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യും. ടാബ് ഉപയോഗിച്ച് നമ്മൾ നീങ്ങുന്നു, എൻ്റർ കീ അമർത്തുന്നതോടുകൂടി നേരെ താഴേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം എവിടുന്നാണോ തുടങ്ങിയത് അതിന്റെ അടുത്ത റോയിലെ സെല്ലിലേക്ക് മൂവ് ചെയ്യും. അതുകൊണ്ട് ഡാറ്റ എൻട്രിക്ക് നാവിഗേഷൻ കീ വളരെ പ്രയോജനപ്രദമാണ്. ഇനി നമുക്ക് ഒരു സാമ്പിൾ ഡാറ്റ എൻ്റർ ചെയ്ത് നോക്കാം. നമ്മളൊരു മാർക്ക് ലിസ്റ്റ് ആണ് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുട്ടികളുടെ സ്കോർ ഷീറ്റ് എൻ്റർ ചെയ്യാം. നെയിം കൊടുത്തു, പിന്നെ സ്കോർ എന്ന് കൊടുത്തു. ടാബാണ് ഉപയോഗിക്കുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ അടുത്ത റോയിലേക്ക് വന്നു. ഇവിടെ നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ടോട്ടലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനി അടുത്ത വരിയിൽ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യാണ്. കോളം വിഡ്ത്ത് നമുക്ക് പിന്നെ കൂട്ടേണ്ടി വരും. ഇപ്പൊ നമ്മൾ സ്കോർ എൻ്റർ ചെയ്യുന്നതോടുകൂടി ആ പേര് ഭാഗികമായി മറയ്ക്കപ്പെടും. എൻ്റർ കീ ആണ് ഉപയോഗിക്കുക. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി അടുത്ത റോയിലേക്ക് ജമ്പ് ചെയ്യും. മൗസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പം ചെയ്യാൻ പറ്റും. ടാബ് ഉപയോഗിക്കുന്നു, അടുത്ത ഇതിലേക്ക് സെല്ലിന്റെ സെലക്ഷൻ മാറുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത ഡാറ്റ എൻട്രിക്ക് വിടും. സാമ്പിൾ ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഇവിടെ കാണുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ കോളം വിഡ്ത്ത് ഒന്ന് കൂട്ടണം. കോളം വിഡ്ത്ത് കൂട്ടാൻ ഈ ഇവിടെ
രണ്ട് കോളത്തിന്റെ മിഡിലുള്ള ലൈനിൽ കൊണ്ടുവയ്ക്കുമ്പോൾ കർസറിന്റെ ഷേപ്പ് മാറുന്നു, അതൊരു ക്രോസിന്റെ അടയാളം വരുന്നു. അവിടെ വെച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ കുറയ്ക്കാനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ ഇത് ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു ക്ലിക്ക് തന്നെ ഇതിന്റെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കോളത്തിന്റെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റിലും റോവിന്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ടോപ്പിൽ ആയി കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ സെല്ലുകൾ മുഴുവൻ സെലക്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ചെയ്ത ശേഷം ഇവിടെ കൊണ്ടുവന്ന് പോയിന്ററിന്റെ ആകൃതി മാറുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എല്ലാം അതിനനുസരിച്ച് മാറുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ അലൈൻമെന്റുകൾ ഇതൊക്കെ ഒന്ന് സെന്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഹൊറിസോണ്ടൽ അലൈൻമെന്റ്, വെർട്ടിക്കൽ അലൈൻമെന്റ് ഇതാണുള്ളത്. നമുക്കൊന്ന് ഇവിടെ ഒന്ന് അതിന്റെ രൂപം ഒന്ന് മനസ്സിലാക്കാൻ നമുക്കിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്യാം. ഇവിടെ റൈറ്റ് ബോട്ടമിലാണ് ഇപ്പോൾ ഇതുള്ളത്. നമ്മൾ ഇവിടെയാണ് വെർട്ടിക്കൽ അലൈൻമെന്റ് ഇവിടെയാണ് ഉള്ളത്. ഇത് താഴെ ഹോറിസോണ്ടൽ അലൈൻമെന്റ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് മിഡിലേക്ക് വന്നു, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ടോപ്പിലേക്ക് വന്നു. ഇതേപോലെ ഇത് ലെഫ്റ്റ് അലൈൻമെന്റ്, സെന്റർ, റൈറ്റ്. ഇത് രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സെന്ററിൽ ചെയ്യാം. ഇവിടെയും സെന്റർ ക്ലിക്ക് ചെയ്യുക, ഇവിടെയും സെന്റർ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അലൈൻമെന്റ് എന്നുള്ള ഗ്രൂപ്പിൽ കാണുന്ന ഈ ഭാഗമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം നമുക്ക് സ്കോർ ടോട്ടൽ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ അടക്കം സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സെന്റർ ആക്കും. ഇനി നമുക്ക് ഈ കോളം വിടുത്ത് കുറെ എണ്ണത്തിന്റെ കൂട്ടാനുണ്ടെങ്കിൽ ഒന്ന് മാത്രമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി. അതല്ലാത്തൊരു മാർഗം കൂടിയുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ കോളം സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ കാണിക്കും കോളം വിടുത്ത്. നമുക്ക് ആവശ്യമായ വാല്യൂ കൊടുക്കാം. ഒരു 6 7 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ഫോർമാറ്റിംഗ് ഒന്ന് നടത്തേണ്ടതുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ അലൈൻമെന്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ പ്രധാനമായിട്ട് ഈ സ്കോർ നമുക്കൊന്ന് സെന്റർ ചെയ്യണം. സെന്റർ ചെയ്യാൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണുന്ന മെർജ് ആൻഡ് സെന്റർ, ഈ സെല്ലുകൾ 3 സെല്ലും കൂടി മെർജ് ചെയ്ത് ഇത് സെന്റർ ആക്കുന്നു. ഇതേപോലെ നെയിമും നമുക്ക് ഇവിടെ മെർജ് ആൻഡ് സെന്റർ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അലൈൻമെന്റിന് വെർട്ടിക്കൽ അലൈൻമെന്റിലേക്ക് വരാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ടോട്ടലിനും അങ്ങനെ തന്നെ നമുക്ക് മെർജ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനമായിട്ടും ഇനി ഫോർമാറ്റിംഗ് ഉള്ളത്, ഇതൊന്ന് കട്ടി കൂട്ടണം, ബോൾഡ് ആക്കണം. അതിന് ഫോണ്ട് ബോൾഡ് ആക്കാൻ ഇവിടെ ബി എന്ന് കാണുന്ന ബോൾഡായി. ഇനി ബോൾഡ് വേണ്ട ഇറ്റാലിക്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ അത് ഇറ്റാലിക്സ് ആവും. ഇനി അണ്ടർസ്കോർ ആണ് വേണ്ടെങ്കിൽ അണ്ടർലൈൻ ആണ് വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത് 3 കോമ്പിനേഷൻ നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കാം, ആവശ്യമുള്ളത് മാത്രമായിട്ട് ഉപയോഗിക്കാം. അതല്ല, ബോൾഡിന് മറ്റൊന്നും കൂടി ഉണ്ട്. കൺട്രോൾ ബി അമർത്തിയാൽ ബോൾഡ് കിട്ടും. അത് ടോഗിൾ കീ ആണ്, വീണ്ടും അമർത്തിയാൽ അത് പോവും. കൺട്രോൾ കീ പ്രസ് ചെയ്ത് ബി പ്രസ് ചെയ്യുക, കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുക, ബി പ്രസ് ചെയ്യുക. അതേപോലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് അപ്പൊ ഇറ്റാലിക്സ് ആവും. അതേപോലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പ്രസ് ചെയ്താൽ അണ്ടർലൈൻ ആവും. അപ്പൊ അത് നമുക്ക് ബോൾഡ് മാത്രമാക്കാൻ വേണ്ടി കൺട്രോൾ കീ ബി കൊടുത്ത് ബോൾഡായി. ഇനി നമുക്ക് ഇവിടെ ഒന്ന് എന്തെങ്കിലും അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ ഇവിടെ കളർ ഫില്ല് ചെയ്യാണെന്നാണ് പറയാ. ഫില്ല് ചെയ്യാൻ നമുക്ക് ഇവിടെ ഫോണ്ടിന്റെ ആ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഫില്ലിന്റെ ഒരു ചിഹ്നമുള്ള ഒരു പെയിന്റിന്റെ പാത്രത്തിന്റെ ചിഹ്നമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നതോടെ നമുക്ക് ആവശ്യമുള്ള കളർ കൊടുക്കാം. ഈ കളർ ഡാർക്ക് നമ്മൾ കൊടുക്കുന്നതോടുകൂടി ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് വിസിബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കളർ മാറ്റാം, ഫോണ്ട് കളർ മാറ്റാം. ഫോണ്ട് കളർ മാറ്റാൻ ഇവിടെയാണ് ഈ എ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ വൈറ്റ് കൊടുക്കുന്നതോടുകൂടി കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും. ഇനി നമുക്ക് ഇതിന് ഗ്രിഡ് ലൈൻ എന്നാണ് പറയാ. നമുക്ക് ഇതിന് പ്രത്യേകമായിട്ട് ബോർഡർ കൊടുക്കണമെങ്കിൽ അത് എവിടെയാണോ ബോർഡർ കൊടുക്കേണ്ടത് അത്രയും ഭാഗം സെലക്ട് ചെയ്ത് ഈ ഫോണ്ടിന്റെ ഭാഗത്ത് തന്നെയുള്ള ബോർഡർ ലൈൻ, ഇവിടെ ബോർഡർ എന്നുള്ളതാണ് കാണിക്കും. ഇതിപ്പം ബോട്ടം ബോർഡർ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വരുന്ന ലിസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ബോർഡർ തിരഞ്ഞെടുക്കാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഓൾ ബോർഡേഴ്സ് തിരഞ്ഞെടുക്കും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലൊരു കാര്യം കൂടി ചെയ്യാനുള്ളത്, ഈ
ടോട്ടൽ സ്കോർ കാണാമെന്നുള്ളതാണ്. അതിന് നമുക്ക് ഒന്നെങ്കിൽ ഫോർമുല ഉപയോഗിക്കാം. ഫോർമുല എന്താണെന്ന് നോക്കാം. എല്ലാ ഫോർമുലയും ഈസ് ഈക്വൽ ടു എന്നാണ് സൈൻ ചെയ്യുക. അപ്പോൾ 3 ഈക്വൽ ടു കൊടുത്ത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ഫോർമുല ബാറിൽ B3 എന്ന് വന്നു. ഇവിടുത്തെ നമ്പർ അല്ല വരിക, നമ്മൾ എന്താണ് സെൽ അഡ്രസ് ആണ് വരിക. അവിടെ പ്ലസ് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്ത C3 വന്നു. ഇവിടെയും പ്ലസ് കൊടുത്തു. ഇനി നമ്മൾ 32 ക്ലിക്ക് ചെയ്ത ശേഷം എൻ്റർ കീ അമർത്തുന്ന വാല്യൂ ആണ്. ഇനി ഇവിടത്തേക്ക് ഓരോന്നിലും ഇങ്ങനെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പോയിന്റർ കൊണ്ടുവരുമ്പോൾ, മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു പ്ലസിന്റെ ആകൃതിയിലേക്ക് മാറും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ മുഴുവനും ആയി. ഇതൊക്കെ ഫോർമുലയാണ്. ഫോർമുലയിൽ കണ്ടോ, നമ്മൾ ഇവിടെ B3 C3 D3 ആണെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോർമുല B4 C4 D4 എക്സൽ തന്നെ ഇതിന്റെ റിലേറ്റീവ് അഡ്രസ് ആക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ B5 C5 D5 എന്നിങ്ങനെയാണ് കാണുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് സെൽ അഡ്രസ് മാറ്റി കൊടുക്കാൻ ചെയ്യുന്നത്. പക്ഷെ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ ഉള്ളത് പിന്നെ ഇവിടെ കാണാൻ വേണ്ടി 3 സ്കോർ മാത്രം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈനിൽ ഒന്നിച്ച് കാണാൻ വേണ്ടി ഇവിടെ സം കാണാൻ ഓട്ടോ സം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. നേരത്തെ ഫോർമുലയാണ്, നമുക്ക് ഏത് തരത്തിലും മാനുവലായിട്ട് നമ്മൾ എഴുതുന്ന പോലെ ഈക്വൽ ടു ഇട്ടുകൊണ്ട് ഏത് ഫോർമുലയും നമുക്ക് ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. സന്ദർഭം അനുസരിച്ച് നമുക്ക് അത് വിശദീകരിക്കാം. പക്ഷെ എളുപ്പത്തിൽ ചെയ്യാൻ എക്സലിന്റെ ഫംഗ്ഷനുകൾ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അതും ഈക്വൽ ടു തന്നെയാണ് തുടങ്ങുക. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് സം B3 D3 എന്നുള്ളത് റേഞ്ചാണ്. ആ റേഞ്ച് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ B3 C3 D3 ഇത് ഒന്നിച്ചുള്ള ഇതിനാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ ഈസി ആയിട്ട് എൻ്റർ കീ അമർത്തി നേരത്തെ കാണുന്നത് പോലെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ളവർ കിട്ടും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എക്സലിന്റെ 3 ഡാറ്റ ടൈപ്പുകളാണുള്ളത്. ഒന്ന് ലേബൽസ് ആണ്, അതായത് ടെക്സ്റ്റ്, അത് അവിടെ കാണാം. ഇത് നമ്പേഴ്സ് ആണ്, ഇത് നമ്പേഴ്സ് ആണുള്ളത്. മൂന്നാമതായിട്ട് എക്സൽ ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ, അതായത് ഒരു ഫോർമുല ബാറിലാണ് ഇത് കാണിക്കുക. സം D3 അതേപോലെ അടുത്ത് വരുമ്പോൾ എന്താവും B4 D4 എന്ന് കാണിക്കും. അതേപോലെ B5 D5 എന്ന് കാണിക്കും. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഡാറ്റ എൻട്രി എളുപ്പം നടത്തുന്ന രീതി കീബോർഡിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി. ഫോർമാറ്റിംഗ്, വിവിധതരം ഫോർമാറ്റിംഗ് നമ്മൾ കണ്ടു, അലൈൻ ചെയ്തു, കോളം വിഡ്ത് ക്രമീകരിക്കാൻ മനസ്സിലാക്കി. റോ ഹൈറ്റും ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ക്രമീകരിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓട്ടോ സം നമ്മൾ മനസ്സിലാക്കി. 3 തരം ഡാറ്റ ടൈപ്പുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക.